ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം തുടരുന്നതുകൊണ്ട് തന്നെ അവിടെ ആം ആദ്മി സർക്കാരിന് വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഡൽഹിയിൽ എപ്പോൾ വേണമെങ്കിലും ആം ആദ്മി താഴേക്ക് നിലംപതിക്കുന്ന രീതിയിൽ, അതായത് സർക്കാർ വീഴുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇത് BJPയുടെ നെറികെട്ട രാഷ്ട്രീയം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ 2025 തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഡൽഹി നിയമസഭ പിരിച്ചു വിട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയോടൊപ്പം തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം ഉണ്ട്. നമുക്കറിയാം, കൃത്യമായൊരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2015 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേടിയത്. എന്നാൽ അന്നൊക്കെ കോൺഗ്രസിനെ മുഖ്യ പ്രതിപക്ഷമായി കണ്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച് കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയായിരുന്നു കെജ്രിവാളും സംഘവും നീങ്ങിയത്. ഇന്നാണ് കെജ്രിവാളിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്, ആരായിരുന്നു യഥാർത്ഥ ശത്രുവെന്നും ആരായിരുന്നു ഏറ്റവും രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ ശത്രുതയോടെ തന്നെ നേരിട്ടതെന്ന്. അപ്പോഴും സഹായത്തിനായി പുറത്ത് കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഒരു രീതിയിലും വ്യക്തിപരമായി ഒരു കാര്യവും എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് കെജ്രിവാളിനൊരു ദുർഘടഘട്ടം വന്നപ്പോൾ കൈമൈ മറന്ന് അദ്ദേഹത്തിന് വേണ്ടി പോരാടാൻ, അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ വേണ്ടി മുൻപന്തിയിൽ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നത് പോലും. ഷീലാ ദീക്ഷിത്തിനോട് കാണിച്ച അപമര്യാദ വെച്ച് നോക്കുമ്പോൾ കെജ്രിവാളിനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസ് ഒരു കാലത്തും അംഗീകരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയോടൊപ്പം കൂട്ടി അതിശക്തമായി സഖ്യം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം ഒഴിച്ച് ബാക്കിയെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും അതിൽ ഒരു കുറവ് വരില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വാക്ക് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ആ ഒരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം മറ്റൊരു തലത്തിലേക്ക് തന്നെയാണ് വികസിതമാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. BJP നേതൃത്വം എത്രയൊക്കെ ശ്രമിച്ചാലും അതിനെ തകർത്തെറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൃത്യമായും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഗുജറാത്തിൽ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും, ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്നതിൽ ആം ആദ്മി ഉൾപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മുന്നണി ഇത്തവണ ഗുജറാത്തിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരും. അതിൻ്റെ തുടക്കമായിരുന്നു അവിടെ ഒരു ലോക്സഭാ സീറ്റ് ഞങ്ങൾ നേടിയെടുത്തത്. നിങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യമുള്ള സ്ഥലം, നിങ്ങൾ തിരുവായിക്കെതിർവായില്ല എന്ന രീതിയിൽ ഒരു സ്ഥലത്ത് ഇലക്ഷൻ പോലും നടക്കാതെ സൂറത്തിൽ ജയിച്ച നിങ്ങളുടെ രാഷ്ട്രീയ നയം, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിന് മറുപടി തരുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ ഇതാ കെജ്രിവാളിനെ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെജ്രിവാളിന് നീതി ലഭിക്കണമെന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് കോൺഗ്രസ് പ്രവർത്തകരും പ്രവർത്തിക്കുകയാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയം നീങ്ങും എന്നുള്ളത് സൂചകമാണ്.